ഈ അധ്യായത്തിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ കാണുന്നത് പോലെയുള്ള ഒരു എഫക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പഠിക്കാം. അതിനായി നമുക്ക് ഈ ഡോക്യുമെന്റ് ക്ലോസ് ചെയ്തതിനു ശേഷം ഒരു ന്യൂ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് 800 × 600 എന്ന ഈ സൈസിലുള്ള ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇവിടെ ഷേപ്പ് ടൂളിലെ കസ്റ്റം ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ നിന്നും ഒരു ഷേപ്പ് സെലക്ട് ചെയ്ത് നമ്മുടെ ഡോക്യുമെന്റിൽ ഇതുപോലെ വരയ്ക്കുക. ഇനി ഒരു ന്യൂ ലെയർ സെലക്ട് ചെയ്ത് ഈ ഷേപ്പിനെ സെലക്ഷൻ ആക്കിയ ശേഷം ഈ സെലക്ഷനുള്ളിൽ ഒരു കളർ നമുക്ക് ഫിൽ ചെയ്യാം. നമുക്കിപ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ കളർ ഈ സെലക്ഷനുള്ളിൽ ഫിൽ ചെയ്യാം. ഇനി ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ച് നമുക്കിതിനെ സ്കെയിൽ ചെയ്ത് ഇതുപോലെ ഈ ഡോക്യുമെന്റിൽ സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഷേപ്പിന്റെ ഓരോ കോപ്പി എടുക്കാം. കീബോർഡിൽ ആൾട്ട് കീ പ്രസ് ചെയ്ത് നമുക്ക് ഈ ഷേപ്പിന്റെ ഒരു കോപ്പി എടുക്കാം. ഇനി ഇതിനെ നമുക്ക് ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്താം. ഇപ്പോൾ കോപ്പി എടുത്ത ഈ ഷേപ്പിനെ നമുക്ക് ഇതുപോലെ സ്കെയിൽ ചെയ്ത് ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. ഇതുപോലെ കുറച്ച് കോപ്പികൾ കൂടി എടുത്ത് അവയെ നമുക്കിഷ്ടമുള്ള രീതിയിൽ ട്രാൻസ്ഫോം ചെയ്ത് അറേഞ്ച് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഈ ഷേപ്പിന്റെ പല കോപ്പികൾ എടുത്ത് അവയെ വിവിധ രീതിയിൽ ട്രാൻസ്ഫോം ചെയ്ത് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ ലെയറിൽ ഫിൽട്ടർ മെനുവിലുള്ള പോളാർ കോർഡിനേറ്റ്സ് എന്ന ഈ എഫക്റ്റ് അപ്ലൈ ചെയ്യാം. ഇവിടെ റെക്ടാങ്കുലർ ടു പോളാർ എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഷേപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇനി ഈ ഷേപ്പിനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാം. ഈ ഷേപ്പിനെ ട്രാൻസ്ഫോം ചെയ്ത് ഇതുപോലെ ആക്കിയതിനു ശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്ത് ഈ ലെയറിലൊരു ഗ്രേഡിയന്റ് ഫിൽ ചെയ്യാം. നമുക്ക് ഇവിടെ കാണുന്ന ഈ ഗ്രേഡിയന്റ് തന്നെ സെലക്ട് ചെയ്യാം. ഗ്രേഡിയന്റിനെ ഇതുപോലെ ഡോക്യുമെന്റിൽ ഫിൽ ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും ലെയർ 1 സെലക്ട് ചെയ്ത് ഇതിന്റെ ബ്ലെൻഡിംഗ് ഓപ്ഷൻസിൽ നിന്നും ഇന്നർ ഗ്ലോ എന്ന ഈ സ്റ്റൈൽ ഈ ഷേപ്പിന് അപ്ലൈ ചെയ്യാം. ഇവിടെ ഗ്ലോ കളറായി നമുക്ക് വൈറ്റ് കളർ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഇതിന്റെ സൈസ് നമുക്ക് അല്പം കൂട്ടാം. നമുക്കിനി അടുത്തതായി ഔട്ടർ ഗ്ലോ എന്ന ഈ സ്റ്റൈലും അപ്ലൈ ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ഗ്ലോ കളർ ചേഞ്ച് ചെയ്യാം. ഇതുപോലെ ഒരു കളർ സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഗ്ലോ സൈസ് അല്പം കൂടി കൂട്ടാം. ഇതുപോലെ ഇന്നർ ഗ്ലോ, ഔട്ടർ ഗ്ലോ എന്നിവ അപ്ലൈ ചെയ്തതിനു ശേഷം നമുക്കിവിടെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു എഫക്റ്റ് ലഭിച്ചിട്ടുണ്ട്. നമുക്കിനി ഈ ലെയറിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. അതിനുശേഷം ഈ ഡ്യൂപ്ലിക്കേറ്റ് ലെയറിന് ഫിൽട്ടർ മെനുവിലുള്ള ബ്ലർ എന്ന ഈ എഫക്റ്റിലെ റേഡിയൽ ബ്ലർ എന്ന ഈ എഫക്റ്റ് അപ്ലൈ ചെയ്യാം. ഇവിടെ സൂം എന്ന ഈ ബ്ലർ മെത്തേഡ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇതിന്റെ എമൗണ്ട് ഇവിടെ അല്പം കൂട്ടാം. ഇനി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച എഫക്റ്റ്
ലഭിച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഫോട്ടോഷോപ്പിലെ ഫിൽറ്റേഴ്സും ലെയർ സ്റ്റൈൽസും എല്ലാം ഉപയോഗിച്ച് പലതരത്തിലുള്ള എഫക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കും.